താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയ പോലെ വേറൊരു കൂട്ടുണ്ടോ? തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴെ കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഇതാ പള്ളിയിലൊക്കെ പോയി വന്ന് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഇതാ നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടുള്ള പെരുന്നാൾ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട്. അപ്പോൾ പെരുന്നാൾ ദിവസം നമുക്കൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടല്ലോ, നിഷ്കാക്കാൻ്റെ ഈദ് മെസ്സേജ്. അപ്പോൾ ഈദ് മെസ്സേജോട് കൂടിയിട്ട് നമുക്ക് പെരുന്നാൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആഘോഷങ്ങൾ എന്താണെന്ന് പറയാം അല്ലേ. നമുക്ക് പെരുന്നാൾ 2 ആഘോഷങ്ങളാണുള്ളത്. പിന്നെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പം പിന്നെ എന്താണ് ശരിക്ക് ആഘോഷങ്ങളുടെ യുക്തി? ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എന്നുള്ളതാണ്. നമ്മളുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും ഐക്യപ്പെടാനുമാണ് ആഘോഷങ്ങളുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വലിയൊരു ആഘോഷമാണ് ഒരു കല്യാണം എന്നുള്ളത് അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ബന്ധുക്കളെ എത്രത്തോളം നമ്മുടെ ബന്ധുക്കളെ ഉൾപ്പെടുത്താൻ പറ്റുമോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് എത്രത്തോളം നമ്മൾ ബന്ധുക്കളെ ഉൾപ്പെടുത്താൻ പറ്റുമോ അവരൊക്കെ വിളിക്കും. നാട്ടുകാരെ, അയൽവക്കക്കാരെ, പഴയ സുഹൃത്തുക്കളൊക്കെ തേടി പിടിച്ച് നമ്മൾ വിളിക്കും. ആ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, എല്ലാവരും കൂടി ഒന്ന് ഐക്യപ്പെടുക എന്നുള്ളതാണ് ആ കല്യാണം കൊണ്ട് നമ്മൾ, ആ ആഘോഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ അല്ലേ. പിന്നെ ചിലരൊക്കെ പറയും വീട്ടിൽ കല്യാണം നടത്തുമ്പോൾ ഞാനെങ്ങനെയാണ് ഇപ്പോൾ രഹസ്യമായിട്ട് നടത്തുക, അത്രയും ബന്ധങ്ങളുണ്ട്, എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അയാൾക്ക് അവരോട് ബന്ധമുണ്ട് എന്നുള്ളതാണ്, അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ആഘോഷങ്ങളുടെയും അടിസ്ഥാനം നമ്മളുടെ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്നുള്ളതും അതുപോലെ തന്നെ സ്നേഹബന്ധം ഉറപ്പിക്കുക എന്നുള്ളതും ഐക്യപ്പെടുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പെരുന്നാളുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. പെരുന്നാളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടാനും പഴയ ബന്ധങ്ങൾ ഉറപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളുടെ പെരുന്നാളിൻ്റെയും ഈദിൻ്റെയും പൊലിമ കൂടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന് പള്ളിക്ക് പോകുന്നത് ഒരു വഴിക്കാണ്. ആ വഴിക്ക് അവിടെ കാണുന്ന എല്ലാവരോടും അന്വേഷണങ്ങൾ നടത്തും, അവരെ ക്ഷേമം അന്വേഷിക്കും, അവരുമായി സംസാരിക്കും. പള്ളിയിൽ നിസ്കരിച്ച് വരുമ്പോൾ ആ വഴിക്കല്ല തിരിച്ചു വരിക, വേറൊരു കൂട്ടരെ കാണുകയാണ്, വേറൊരു വഴിയിലൂടെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് വീട്ടിലുള്ള അവിടെയുള്ള ആൾക്കാർ, വഴിയിലുള്ള ആൾക്കാരോടൊക്കെ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും പിണങ്ങി നിൽക്കേണ്ടവരല്ല. 2 കൂട്ടർ തമ്മിൽ പിണങ്ങിയാൽ അവരിൽ ഏറ്റവും പെട്ടെന്ന് ആരാണോ നന്നാവാൻ ശ്രമിക്കുന്നത് അയാളാണ് ഏറ്റവും നല്ല ആൾ എന്നാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏത് പ്രശ്നം ഉണ്ടാവാം, ഒരു ചട്ടിയും കലിയൊക്കെ ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പിണങ്ങിയാൽ 2 കൂട്ടർ, അതിപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ആവട്ടെ, സുഹൃത്തുക്കളാകട്ടെ, നാട്ടുകാരാവട്ടെ, ആര് തമ്മിൽ തെറ്റിയാലും അത് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്നത് ആരാണോ അയാളാണ് ഏറ്റവും ഉത്തമനായ ആൾ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പിണക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പിണക്കം ഊതി കത്തിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അത് എത്രയും പെട്ടെന്ന് റെഡിയാവാൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം നമ്മൾ നന്നാക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ പറഞ്ഞ വത്തഖുള്ള, അള്ളാഹിനെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ഒരു ഇത് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്? ലഅല്ലക്കും തർഹമൂൻ, അതായത് ഈ ബന്ധങ്ങൾ വഷളായാൽ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ പടച്ചവൻ എടുത്തു കളയും. അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ നിഷേധിക്കാം. നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും, നമ്മൾ സമൂഹത്തിൽ എന്ത് വില നേടിയിട്ടുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് നേടിയിട്ടുണ്ടെങ്കിലും, വ്യക്തിപരമായി സാമൂഹികമായി എന്ത് നേടിയിട്ടുണ്ടെങ്കിലും ബന്ധങ്ങൾ നല്ലതല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ പടച്ചവൻ എടുത്തു കളയാൻ തീരെ പ്രയാസമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ പെരുന്നാൾക്കും ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് പറയലുണ്ട്. അതിൽ ഈ പെരുന്നാൾക്ക് ഈ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ളൊരു അല്ലെങ്കിൽ മാനുഷിക ബന്ധങ്ങളെ പറ്റിയുള്ളൊരു മെസ്സേജാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പിണക്കങ്ങളില്ലാത്ത,
ഇണക്കത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പെരുന്നാൾ ആശംസിക്കുകയാണ്. എല്ലാവരും നന്നായി ആഘോഷിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ ആഘോഷങ്ങളൊക്കെ കാണാം അല്ലേ. ഇന്ന് നമ്മളെ കിയാൻ്റെ ആദ്യത്തെ പെരുന്നാളും കൂടിയാണ് കേട്ടോ. ഓക്കെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിൻ്റെ തലേ ദിവസം ഇതാ കുട്ടികളും എല്ലാവരും കൂടി തക്ബീർ ചൊല്ലലും പിന്നെ മൈലാഞ്ചിടലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ നമ്മളിവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കുകയാണ്. പെരുന്നാൾ ദിവസം പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ സേമിയ ബൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റഡ് സേമിയ എടുത്തിട്ടുണ്ട്, അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് നട്ട്സും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് റോസ്റ്റഡ് സേമിയാണ് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബട്ടറിൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടൻസ്ഡ് മിൽക്ക്, സേമിയ, ബട്ടർ ഇത് മൂന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നല്ലോണം മിക്സ് ചെയ്യുക. റോസ്റ്റഡ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തിന്നായിട്ടുള്ള പിന്നെ 2 പാക്കാണ് എടുത്തത്. 2 പാക്കിന് ഒരു ടിൻ ഫുള്ള് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ബദാം, കാഷ്യൂ, പിസ്ത 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിസ്ത കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഈ ഒരു ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. ഭയങ്കര കട്ടിയിലൊന്നും ചെയ്യണ്ട. ഇതുപോലെയുള്ളൊരു ട്രേ എടുത്താൽ മതി. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് സ്ക്വയർ ആക്കുകയാണ്. ഇനി ഇതാ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാം, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അതൊക്കെ കഴിഞ്ഞത് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും ഡ്രസ്സൊന്ന് റെഡിയാക്കി വെക്കലാണ്. കേശൻ്റെ, ക്യാൻ്റെ, പിന്നെ കെൻസ്, കൈഫ് എല്ലാവരുടേത് ഇതാ അയൺ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് കേട്ടോ ഈദ്ഗാഹിൽ പോകേണ്ടത്. അപ്പോൾ ഇതാ രാവിലെ എല്ലാവരും എണീപ്പിച്ച് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒക്കെ അയൺ ചെയ്ത് സെറ്റാക്കുകയാണ്, നമ്മളതും കുട്ടികളതും ഒക്കെ. അതിനിടയിൽ ഇതാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. കേശയ്ക്ക് ഇതാ ഒരു ഈദ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്കാർലറ്റ് കളക്ഷൻസ് ആണ് അല്ലേ കേശ? തുറന്നു നോക്കാം. കൈഫിന് വേണോ ചോദിക്കാണ്. എന്നാ ഇവിടെ ഇരി. നമുക്ക് തുറന്നു നോക്കാം. ക്ലിപ്പ് വേണ്ട. എന്നതാ കേശ തറക്ക് എന്തൊക്കെ. കേശയ്ക്ക് വലിയ മുടിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഹെയർ ക്ലിപ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ആളെ മൂഡ് അനുസരിച്ച് ചിലപ്പോഴൊക്കെ സമ്മതിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള ചെറിയ ക്യൂട്ട് ക്ലിപ്സൊക്കെ തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. സ്കാർലറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. എല്ലാതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് ഐറ്റംസാണ്. എല്ലാതും പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഐറ്റംസാണ്. പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റിയതും പിന്നെ നല്ല ചെറിയ ഹെയർ ഉള്ളവർക്ക് പറ്റിയതായിട്ടുള്ള കുറേ ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ പേജിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നല്ല കളേഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ചെറിയ കുട്ടികളുടെ ഗ്ലാസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പേജ് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ അയൺ ചെയ്ത് റെഡിയാക്കി വരുമ്പോഴേക്കും ഇവിടെ ഇതാ ഒരാൾ മൈലാഞ്ചിയിടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേശിൻ്റെ കയ്യിൽ ഇതാ ഫുള്ള് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. നിഷ്കാക്ക് ഇട്ട് കൊടുത്തതാണ്. കോണ് കണ്ടപ്പോൾ ആൾക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് എവിടെയൊക്കെ വെച്ച് തേച്ച് പിന്നെ കഴുകലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ എന്തായാലും ഫുള്ള് റെഡായിട്ടുണ്ട്. പെട്ടെന്ന് റെഡാവണ ഒരു കോണില്ലേ ബിഗ് ബി, അത് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇടാനായിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഇഷ്കാക്ക് പറഞ്ഞതാ ഞാൻ തന്നെ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ആളെന്തൊക്കെയോ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇത്ര വലിയ സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് ഇതാ വരച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത്രയും കൊല്ലമായിട്ട് ഇതാ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ട് തന്നെ നിഷ്കാക്ക. അങ്ങനെ ഇതാ ഒരു സൈഡിൽ മൈലാഞ്ചിട്ട് പിന്നെ മറ്റേ സൈഡിൽ ഞാൻ തന്നെ സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. സംഗതി ടൈമൊക്കെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ഞാൻ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇടുകയാണ്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. കിയാനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിയാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്, കേശ കുറച്ചൊരു ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിതാ എല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ്. നോക്ക് നോക്ക് റിയത്താ ലോകത്തിലെ മുഴുവൻ ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ളത്, ഈ ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. ഇപ്രാവശ്യത പെരുന്നാളിന് ഇവിടെ പള്ളിയിൽ തിരൂരങ്ങാടിയിൽ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ, റിയ. അങ്ങനെ ഇതാ എല്ലാവരെയും കണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ ടൈമൊക്കെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, പള്ളി നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് എല്ലാവർക്കും ഇതാ ഈദ് സ്വീറ്റ് കൊടുക്കുക, നമ്മളെ സേമിയ ബൈറ്റ്സ്. അത് കഴിഞ്ഞതാ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇതാ പുറത്തിറങ്ങിയതാണ്. ഇവർക്കിതാ ഇവിടെ ഒരു പൂച്ചക്കുട്ടിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു പൂച്ചയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് കുട്ടികളെല്ലാവരും, കൈഫും പിന്നെ കേശിയും ബാക്കി കുട്ടികളെല്ലാവരും. അപ്പോൾ ഫുള്ള് അതിനെ പിടിച്ചുകൊണ്ടും പിന്നെ അതിന് പാൽ കൊടുക്കൽ, അങ്ങനെ ഫുള്ള് പൂച്ചൻ്റെ പിന്നാലെയാണ്. അപ്പോൾ കേശക്ക് ഭയങ്കര ഹരമുണ്ട് കേട്ടോ, അതിനെ കണ്ടിട്ട് ആൾ ഭയങ്കര സന്തോഷത്തിൽ ചാടിക്കളിയിലാണ്. ഇതിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആൾ പൂച്ചനെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ റിലേറ്റീവ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ കെൻസിനും കൈഫിനുമുള്ള ഗിഫ്റ്റ് കൊടുക്കലാണ്. കെൻസ് ഇപ്രാവശ്യം ഫുള്ള് നോമ്പെടുത്ത്, പിന്നെ കൈഫ് ആദ്യമായിട്ട് ഒരു നോമ്പെടുത്തിട്ടാണ് ഇപ്രാവശ്യം. പിന്നെ അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് കൊടുത്തതാണ്. രണ്ടുപേരും അവർ തന്നെ സെലക്ട് ചെയ്ത ഗിഫ്റ്റാണ്, ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. കാർ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കെൻസിന് ഇപ്പോഴും കാറിനോടുള്ള ക്രേസ് പോയിട്ടൊന്നുമില്ല. കെൻസിൻ്റെ ആ ഒരു ഇഷ്ടം കണ്ടിട്ടാണ് കൈഫിനും ഇഷ്ടം. പിന്നെ അങ്ങനെ ഇതാ അവർ അതൊക്കെ പൊട്ടിക്കലും കളിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലിതാ രാത്രി എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ്. എല്ലാവരും കൂടിയിട്ട് ചെറിയ ഗെയിംസും പിന്നെ കുറച്ച് കളികളും അങ്ങനെ ഉള്ളൊരു ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റും പിന്നെ ഓരോ ഫാമിലിക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുട്ടികളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വേറെ സിസ്റ്ററും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവർ അവരുടെ അവിടെ പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ ഈദ് സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ്.
അവരെല്ലാവരും വന്നപ്പോഴും ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി, പിന്നെ ഫിഷ് ബിരിയാണി, കുട്ടൻ ബിരിയാണി, 3 ടൈപ്പ് ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും എല്ലാതും ഒന്നും കഴിക്കൂല, അപ്പോൾ പല ടൈപ്പിലാണുള്ളത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ പുതിയൊരാൾ വന്നിട്ടുണ്ട്. വീണ്ടും പൂച്ച. ഇത് നമ്മളെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അങ്ങനെ എല്ലാവരും അതിനായിട്ട് കുറേ ടൈം കളിക്കലൊക്കെയാണ്. കേശ ആ ടൈമിൽ ഉറങ്ങിപ്പോയിട്ടാ, അപ്പോൾ അതുകൊണ്ട് തന്നെ കേശയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ കൈഫ് ഇതാ അതിനെ പിടിച്ചിട്ട് കളിയിലാണ്. അങ്ങനെ ഇതാ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കലാണ്. നമ്മുടെ ഇവിടെയുള്ള ഓരോ ഫാമിലിക്കും ഒരു ഗിഫ്റ്റ്. ഇവിടെ 7 ഫാമിലിയാണല്ലോ ഉള്ളത്. അപ്പോൾ 7 പേർക്കും ഓരോ ഗിഫ്റ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളെ ഫുൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോയും പിന്നെ സൈഡിലായിട്ട് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഫോട്ടോയും കൂടിയിട്ട് വെച്ച് ഒരു കപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ രാത്രിയിലേക്കുള്ള റിഹേഴ്സലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കുറച്ച് കലാപരിപാടികളും ഗെയിംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലാണ്. എല്ലാവരും ഇതാ ഇപ്പോഴാണ് കേട്ടോ ഡാൻസൊക്കെ പഠിക്കുന്നത്. ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയവരെല്ലാവരും കൂടി കൂടിയാൽ ഫുൾ രാഷ്ട്രീയ ചർച്ചയും എല്ലാതും ആണല്ലോ. അപ്പോൾ ആ ഒരു കലാപരിപാടിൻ്റെ ഇടയിൽ രാഷ്ട്രീയ ചർച്ച പാടില്ല, ഫോൺ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ കുട്ടികളെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു പരിപാടിയാണിത്. അപ്പോൾ ഇതാ നമ്മൾ പുറത്താണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നത്. ഈ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഒരു റൂൾസ് അവരെന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഈദ് സന്തോഷങ്ങൾ നേരുന്നതോടൊപ്പം വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീട്ടുകാർക്ക് അത് ബാധകമല്ല, എന്നാലും വെറുതെ എന്താണ് ഓരോന്ന് എഴുതി വെച്ചു എന്നുള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ നിരോധിച്ചിരിക്കുന്നു. നമ്മൾ പൊതുവെ അങ്ങനത്തെ ഇതിലൊന്നും പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വളരെ ധീരമായ തീരുമാനമാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഉറക്കം, കൂർക്കം വലി എന്നിവ പാടില്ല. ആരുദ്ദേശിച്ചാണ് റഹീം നമ്മൾ ഈ ഒരു കുടുംബത്തിൽ ഈ ഒരു ഒത്തുകൂടൽ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളൊരു ആഘോഷമാണ്. നിങ്ങൾ പെരുന്നാളിന്റെ ദിവസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ നോമ്പ് എത്രത്തോളം ആത്മാർത്ഥമായിരുന്നു എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ആ രൂപത്തിലൊരു ജാഗ്രത ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്കുള്ള ഒരു വിധത്വം പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഒന്ന് ഉണർന്നു പറയുന്നത് കുടുംബബന്ധം കെട്ടുറപ്പുള്ളതാക്കുക എന്നുള്ളതാണ്. കെട്ടുറപ്പുള്ള കുടുംബബന്ധത്തിൽ നിന്നാണ് പരിഷ്കൃതമായ സമൂഹം രൂപപ്പെടുന്നത്. കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് അർത്ഥം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മള് അതിന്റെ ഭാഗമായിട്ടാണ് പിയോസ് ഇന്ന് ഷെമി ഭവന്റെ ഈ മുറ്റത്ത് രാത്രിയിൽ പല ഭാഗത്തു നിന്നും പല പരിപാടികളൊക്കെ ഒഴിച്ച് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് അതിനൊക്കെ കൊതറി ഇവിടെ എത്തിച്ചേർന്നതും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം മോത്തോളി,
പുതിമതിയാം മുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളിൻ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനത്തണലാണ്. യുദ്ധമായി മാറിയിരിക്കുന്നു അല്ലേ? രണ്ടുപേരാണ് കൈഫും ഇബ്നും നേർക്കുനേർ. രണ്ടുപേരും ആവേശത്തോടെ. അപ്പൊ റൂൾസ് എങ്ങനെ? റൂൾസുകൾ കാണുന്നില്ലേ? അതിലെ 5 മിഠായികളല്ലേ? 5 മിഠായികൾ എത്ര കൂടുതൽ ഉഷാറാവാൻ. അപ്പൊ ഇതിന് ആദ്യം വേണ്ടത് 2 ഗ്രൂപ്പ് ആവണം. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരമാണ്. നിങ്ങൾ തന്നെ ആവുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ആക്കണം. നിങ്ങൾ സ്വയം ഒരു 2 ഗ്രൂപ്പായി നിന്ന് കഴിഞ്ഞാൽ മത്സരം നമുക്ക് തുടങ്ങാം. വ്യക്തികള് അവരുടെ സൂചനകൾ അത് ഓരോന്നായിട്ട് പറയും. ആ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഉദാഹരണത്തിന് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസിലായിരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മെമ്പർ. ഇങ്ങനെ ഓരോരോന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഓരോ ക്ലൂ ഒരു വ്യക്തിനെ കുറിച്ചുള്ളത് പറയും. ആരാണോ ഈ ടീമില് ആർക്കെങ്കിലും ആ ക്ലൂ ഓരോന്ന് ഞാൻ പറയുന്നതിനനുസരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ച് പറയരുത്, കൈപൊക്കുക. ക്ലൂ, ആദ്യത്തെ ക്ലൂ 1972 ജനിച്ച വ്യക്തിയാണ്. 1972 ജനിച്ചത്. വീട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പു എന്നായിരുന്നു. വീട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അപ്പു എന്നായിരുന്നു. ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. 3 ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. രാജിക്ക, കിളിമാനൂരാണ് സ്വദേശം. കിളിമാനൂരാണ് സ്വദേശം. 4ാമത്തെ ക്ലൂ കഴിഞ്ഞു. അറിയും തോന്നുന്നേ എവിടെ? അല്ല, ക്ലൂ കഴിഞ്ഞിട്ട് കിട്ടില്ലെങ്കിലാ. അടുത്തത് 5ാമത്തെ ക്ലൂ ആണ്. ആളൊരു പ്രൊഫഷണൽ പാമ്പും കോണിയും കളിക്കാരനാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ ക്യാരം ബോർഡ് കളിക്കാരനുമാണ്. സ്റ്റേറ്റ് ലെവൽ പ്രൊഫഷണൽ പാമ്പും കോണിയും കളിക്കാരനാണ്. സ്റ്റേറ്റ് ലെവൽ ക്യാരം ബോർഡ് കളിക്കാരനാണ്. കൈ പൊക്കണം. ഷാജിക്ക് ആൻസർ പറയണ്ടേ? ചാൻസ് കുറച്ചേ ഉള്ളൂ കേട്ടോ, തെറ്റ് പറയണ്ട. ഉത്തരം ശരിയാണ്. ടീം എ, ടീം ബി. ടീം ബിക്ക് 1 പോയിന്റ്. അടുത്തത് മുതൽ പ്രൈസ് ഇപ്പൊ കൊടുക്കാണോ?
തഹസിൽദാറായ നമ്മളെ കുടുംബത്തിന്റെ അഭിമാനം ഷാദിയാപ്പാനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി. സമ്മാനം ഏറ്റുവാങ്ങുന്നത് ആദ്യം ഇമാൻ ഷമീം. അടുത്തതായി കൈഫ് പിയോ. റജാൻ ഷമീം പിയോ. സമ്മാനദാനം നിർവഹിച്ച ഷാദിയപ്പാക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ വൈകി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കാൻ. അവളിന്നെ സുന്ദരിയാണ്, 14 രാവുടിക്കും പോലൊരു ചെറിയാണ്. പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്, പവിഴപ്പൂമിഴിയുള്ളോളവൾ പാവം പെണ്ണാണ്. നെക്സ്റ്റ് ഗെയിം ഡംഷറാഡ്സ് ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കപ്പിളായിട്ടാണ് നമ്മളത് കളിച്ചത്. ഫിലിം നെയിം അല്ല, കൂടുതലും ഇങ്ങനെ നോവലിൻ്റെ നെയിം, പിന്നെ പ്രസ്ഥാനം അങ്ങനെയൊക്കെ ആയിരുന്നു. സംഗതി ഭയങ്കര ഒരു ഫണ്ണായിരുന്നു. സുന്ദരികളും സുന്ദരന്മാരും Studio. അഞ്ച് സെക്കൻഡ് ഉണ്ട്. അടുത്തത് നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്.
നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ റോട്ടിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്ന കണ്ടപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ പെരുന്നാൾ പരിപാടി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.